മമ്മൂക്കയെ വെച്ച് നെഗറ്റീവ് ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ട്, അങ്ങനെ ഒരു വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടില്ല. വേറൊന്നുമല്ല, അദ്ദേഹം ഇത് ചെയ്യാമെന്ന് പറഞ്ഞ് ആ ഒരു ചിന്ത മനസ്സിലോട്ട് കയറിയപ്പോൾ തന്നെ ഇത് ഒരു ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ടാണ് തോന്നിയത്. എഴുതുമ്പോൾ തന്നെ സാറിന്റെ മനസ്സിൽ മമ്മൂക്കയായിരുന്നു ഈ ക്യാരക്ടർ? അല്ല, നമ്മൾ ഇത് എഴുതുമ്പോഴത്തേനും പിന്നെ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾക്ക് ഒരു സ്പേസ് ഉള്ള സിനിമയായിരുന്നു. അപ്പൊ അതിൽ ഒരു കഥാപാത്രം എന്തായാലും മമ്മൂക്ക ചെയ്താൽ രസമായിരിക്കും എന്നുള്ളൊരു രീതിയിലാണ് പോയത്. പിന്നെ ഈ പറഞ്ഞ ടീസറിലെ ഷോട്ടിലും അങ്ങനെ ഒരു സംഗതി, അതായത് കയ്യിൽ സിഗരറ്റും പിടിച്ച് അല്ലെങ്കിൽ ചുണ്ടത്ത് സിഗരറ്റ് വെച്ച് ആ ഒരു സ്ത്രീയെ നോക്കുക എന്നാണ് പറഞ്ഞിരുന്നത്. പുള്ളിയാണ് അതിന് അത് ഒരു മൂവ്മെന്റ് ഇട്ട് അതിനെ ഒരു അവസാനത്തെ ടീസറിൽ അവസാനം കാണിക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്, ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ് വെച്ച് സിഗരറ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്യിപ്പിക്കുന്ന പോലെ. അതും അദ്ദേഹം ചെയ്ത പരിപാടി. ചിലപ്പോൾ ഒരാള് കുറെ കൂടെ ഒരു ആന്റഗണിസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കും, മറ്റേ കുറച്ചും കൂടെ പ്രൊട്ടഗണിസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന ആളുമായിരിക്കും. പക്ഷെ ഈ ഷെയ്ഡ് മിക്സ് രണ്ടിലും ഉണ്ട്. ഇന്ന് നമ്മുടെ കൂടെ സിനിമാ പരന്തലുള്ളത് കളങ്കാവൽ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ സംവിധായകൻ ജിതിൻ കെ ജോസ്. വെൽക്കം സാർ. താങ്ക് യു. ഇപ്പോൾ കളങ്കാവൽ 50 കോടി ക്ലബ്ബിൽ കയറിയിരിക്കുകയാണ്. സാറിന് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇതുപോലെ പബ്ലിക് ഇത്രയും ഒരു റെസ്പോൺസ് തിയേറ്ററിൽ നിന്ന് വരും എന്ന് വിചാരിച്ചിരുന്നില്ല. പിന്നെ നമ്മൾ മീൻസ് കുറച്ച് വേറൊരു തരത്തിലുള്ള വേറൊരു പേസ് ഒക്കെ ഉള്ള സിനിമയാണ്. അപ്പോൾ ഒരു കൈൻഡ് ഓഫ് ഓഡിയൻസിനെ ഇഷ്ടപ്പെടുമായിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ഒരു പബ്ലിക്കിന് ഇത്രയും ഒരു അക്സെപ്റ്റൻസ് കിട്ടുമെന്ന് നമ്മൾ ശരിക്കും വിചാരിച്ചിരുന്നില്ല. അപ്പോൾ അതിൻ്റെതായ ഒരു എക്സ്ട്രാ സന്തോഷമുണ്ട്. സാർ, ഇപ്പോൾ ഇതുപോലത്തെ ഒരു ജോണർ എടുക്കുമ്പോൾ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മമ്മൂക്കേനെ വെച്ച് അങ്ങനെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഫാമിലി ഓഡിയൻസ് കയറും, അങ്ങനെയുള്ള ബാരിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഈ സിനിമ ചെയ്യുമ്പോൾ? മമ്മൂക്കയെ വെച്ച് നെഗറ്റീവ് ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ട്, അങ്ങനെ ഒരു വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടില്ല. വേറൊന്നുമല്ല, അദ്ദേഹം ഇത് ചെയ്യാമെന്ന് പറഞ്ഞ് ആ ഒരു ചിന്ത മനസ്സിലോട്ട് കയറിയപ്പോൾ തന്നെ ഇത് ഒരു ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ടാണ് തോന്നിയത്. അദ്ദേഹത്തെ പോലെ ഒരു നടനെ സംബന്ധിച്ച് അദ്ദേഹം അല്ലെങ്കിലും ഇമേജുകളുടെ ഒരു ഒരു അഡീഷണൽ പ്രഷർ ഒരിക്കലും കൊണ്ടു നടക്കാത്ത ഒരാളാണ്. സ്റ്റാർഡോ അതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലോ ബോധേഡാകാതെ ആക്ടർ എന്നുള്ള രീതിയിൽ കൂടുതൽ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ള ഒരു പ്രൈമറി ഇന്റൻഷനുമായിട്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് അതിനെ ഉൾക്കൊണ്ട് തന്നെ അതിനകത്ത് ഒരു ബാരിയറും നമ്മുടെ തിരക്കഥയ്ക്കകത്തോ അല്ലെങ്കിൽ കഥാപാത്രത്തിന്റെ ഡെവലപ്മെന്റിലോ നമുക്ക് തന്നെ അറിയാമോ, അങ്ങനെ സാധാരണ ഒരു സ്റ്റാർഡോ ഒക്കെ ഉള്ളവർക്ക് എടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരുപാട് എലമെന്റ്സ് ഉണ്ട് അതിൽ. അപ്പോൾ അതിലൊന്നും അദ്ദേഹം ഒരു രീതിയിലും മടിയോ ബുദ്ധിമുട്ടോ കാണിച്ചിട്ടില്ല. അദ്ദേഹം അത് ആ എക്സൈറ്റ്മെന്റിൽ തന്നെ ചെയ്യുമായിരുന്നു. ആ കഥാപാത്രം എന്താണെന്ന് ഉൾക്കൊണ്ട് അതിനെ വേറെ ഒരു പരിപാടിയും ഇല്ലാതെ അതിനെ എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ള ചിന്ത മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇപ്പോ ഈ കഥ എഴുതുമ്പോൾ തന്നെ സാറിന്റെ മനസ്സിൽ മമ്മൂക്കയായിരുന്നു ഈ ക്യാരക്ടർ? അല്ല, നമ്മൾ ഇത് എഴുതുമ്പോഴത്തേനും നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾക്ക് ഒരു സ്പേസ് ഉള്ള സിനിമയായിരുന്നു. അപ്പൊ അതിൽ ഒരു കഥാപാത്രം എന്തായാലും മമ്മൂക്ക ചെയ്താൽ രസമായിരിക്കും എന്നുള്ളൊരു രീതിയിലാണ് പോയത്. ഇത് പെക്യുലറായിട്ട് ഇത് മമ്മൂക്ക എന്നൊരു തോട്ട് വന്നിട്ടില്ലായിരുന്നു. പിന്നെ അദ്ദേഹം ഇങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞപ്പോഴാണ് നമുക്ക് ആലോചിച്ചപ്പോൾ അത് ഭയങ്കര പിന്നെ നമ്മൾ കാണുന്ന സിനിമയിൽ പക്ഷെ അതിനനുസരിച്ചുള്ള റീറൈറ്റ് പരിപാടികൾ നടന്നായിരുന്നു. നമ്മൾ കുറച്ചും കൂടെ എക്സൈറ്റഡ് ആയിട്ട് മമ്മൂക്ക ആണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു തോട്ടിന്റെ പുറത്തുള്ള റീറൈറ്റ് പരിപാടികൾ നടത്തിയിട്ടുണ്ട്. ആദ്യം ചെയ്യാനിരുന്ന വിനായകന്റെ ക്യാരക്ടർ ആയിരുന്നു ശരിക്കും മമ്മൂക്ക? അങ്ങനെ ഒരു പക്ഷെ അന്നേരം ക്യാരക്ടർ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. വേറൊരു ഒരു ട്രൈറ്റ് ഉണ്ടായിരുന്നു അതിൽ. മമ്മൂക്ക ചെയ്താൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതെല്ലാം മൊത്തത്തിലൊരു മാറ്റം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വില്ലനിസം ടച്ചിലാണല്ലേ ഈ കഥ? അതെ എന്ന് പറയാം. കുറെ വർഷമായിട്ട് സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോ ഫസ്റ്റ് പടം തന്നെ മമ്മൂക്കനായിട്ടാ ചെയ്യുന്നത്. ഇപ്പൊ ഒരു നല്ലൊരു സ്റ്റാറിനെ വെച്ച് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്താണോ അല്ലെങ്കിൽ? അല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ ആദ്യം ഒരു പ്രോസസ്സിലായിരുന്നു. ആദ്യം ഒരു റൈറ്റർ എന്നുള്ള രീതിയിൽ ട്രൈ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് വരുന്നത്. പിന്നെ അങ്ങനെയാണ് കുറുപ്പ് എന്നുള്ള സിനിമ സംഭവിക്കുന്നത്. അതിന് കുറച്ച് സമയം എടുത്തു അതിന്റെ പരിപാടി നോക്കാൻ. അത് കഴിഞ്ഞിട്ട് ഒരു ഡയറക്ഷൻ എന്നുള്ള രീതിയിൽ പല സബ്ജക്റ്റുകളും ആലോചിച്ചു. അപ്പൊ അങ്ങനെ ഒരു എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. ഈ സബ്ജക്ട് കിട്ടിയപ്പോൾ അതിന്റെ പുറകെ അങ്ങ് കൂടുമായിരുന്നു. അങ്ങനെ സബ്ജക്റ്റ് ഒന്ന് ഡെവലപ്പായി ഒരു സിനിമാറ്റിക് ഫോമിലോട്ട് എത്തിക്കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നമുക്കല്ല മലയാളത്തിൽ സിനിമ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ഒരു വലിയൊരു സ്വപ്നമാണ് മമ്മൂക്കയെ വെച്ച് തുടങ്ങാൻ പറ്റുക എന്നുള്ളത്. അതിൻ്റെതായ ഒരു ചരിത്രവും സ്റ്റാറ്റസും ഒക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് നിൽപ്പുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇന്റൻഷനിൽ തുടങ്ങിയതല്ല. ഇത് സബ്ജക്ട് പൂർത്തിയാക്കി കഴിഞ്ഞപ്പം അദ്ദേഹത്തിലോട്ട് പോയാലും ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരു ആത്മവിശ്വാസം തോന്നിയേക്കാവുന്ന ഒരു രീതിയിൽ നമുക്ക് എഴുത്തിൽ വന്നിട്ടുണ്ടെന്ന് തോന്നി. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ആ സമയം തൊട്ട് മമ്മൂക്ക എന്നുള്ളത് ഒരു വലിയൊരു സ്വപ്നത്തെക്കാളുപരി ചിലപ്പോൾ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ആഗ്രഹം എന്നുള്ള ഒരു ലെവലിലോട്ട് മാറിയായിരുന്നു. അപ്പം പിന്നെ അതിൻ്റെതായ കുറച്ച് വഴികളിൽ കൂടെ സഞ്ചരിച്ചു. സബ്ജക്ട് പൂർത്തിയായി കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലോട്ടും ഇന്റൻഷനിലോട്ടും ലാൻഡ് ചെയ്യുന്നത്. സാർ കുറച്ച് പടങ്ങളിൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറുപ്പിന് കോ റൈറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു
ഇത് വെച്ചിട്ട് തന്നെ ഒരു സൂപ്പർ സ്റ്റാറിലേക്ക് എത്താന്ന് പറയുന്നത് മമ്മൂക്കായതുകൊണ്ട് മാത്രം എത്താൻ പറ്റിയതാണോ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഫസ്റ്റ് പടം ചെയ്യാനിരിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ആക്ടറിലോട്ട് കാരണം നമ്മുടെ ഇവിടുത്തെ ഒരു ഡൈനാമിക്സ് വെച്ചിട്ട് ആക്ടറുടെ സാന്നിധ്യമാണ് ഒരു പ്രോജക്റ്റ് ഉണ്ടാകുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് ഇപ്പം നിൽക്കുന്നത്. ഇപ്പോഴുള്ള കുറച്ച് കാലമായിട്ട് അങ്ങനെയാണ്. കാരണം അത് വാണിജ്യ ഘടകങ്ങളെ അത് ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്ന ഒരു സാധനമാണ് സ്റ്റാർഡമുള്ള ഒരു ആക്ടറിന്റെ സാന്നിധ്യം എന്നുള്ളത്. അപ്പോൾ നമുക്കാണെങ്കിൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഈ പറഞ്ഞ സ്റ്റാർഡമുള്ള ആൾക്കാരുടെ എണ്ണം കുറവാണ്. സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എണ്ണം അതിന്റെ 10 മടങ്ങാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് എത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അവരെ സംബന്ധിച്ച് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവരുടെ അടുത്തോട്ട് അത്രയും നമ്പർ ഓഫ് എൻക്വയറീസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കും കുറച്ച് പേരെ മാത്രമേ പിക്ക് ചെയ്യാനും പറ്റത്തുള്ളൂ. മീൻസ് ഞാൻ പറഞ്ഞ കഥ കേൾക്കാൻ പോലും. അപ്പോൾ അതൊരു ട്രിക്കി ആയിട്ടുള്ള ഒരു സിനാരിയോ ആണ്. അതിനകത്ത് ഒരു പ്രത്യേകിച്ച് ഒരു സൊല്യൂഷനും നമുക്ക് ഓഫർ ചെയ്യാനും പറ്റത്തില്ല. അപ്പം നമ്മുടെ ഒരു ഇതിൽ ഞാൻ അങ്ങനെ കുറച്ച് കണക്ഷൻസ് ഉള്ള എനിക്ക് പറ്റുന്ന ആൾക്കാരോട് ആദ്യം റീച്ച് ഔട്ട് ചെയ്യാൻ നോക്കി. അവർ ഇത് കൺവിൻസ്ഡ് ആയി കഴിഞ്ഞിട്ട് അവർ അടുത്ത ആളിലോട്ട് എത്തി. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് പോയത്. അപ്പം അങ്ങനെയുള്ള ചില ആൾക്കാരുടെ റെക്കമെൻഡേഷൻസിന്റെ ഇതായിട്ട് മീൻസ് അവർ കേട്ട് കൊള്ളാമെന്ന് അവർക്ക് തോന്നി എന്നുള്ള പറച്ചിലിന്റെ പുറത്താണ് മമ്മൂക്കയുടെ അടുത്ത് ഫുൾ സ്ക്രീൻ പ്ലേ പറയാനുള്ള ഒരു സ്പേസ് സമയവും കിട്ടിയത്. സ്ക്രിപ്റ്റിൽ ചേഞ്ചസ് വരുത്തിയെന്ന് പറഞ്ഞു. ഇപ്പൊ മമ്മൂക്കയുടെ അടുത്ത് പറയുമ്പോൾ വില്ലനിസം ടച്ച് ചെയ്ത് തന്നെയാണോ കഥ? നമ്മൾ ആദ്യം അദ്ദേഹത്തിനോട് സബ്ജക്റ്റിനെ പറ്റി ഒരു ഏകദേശ ധാരണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് അദ്ദേഹം അന്നേരം ഇത് സബ്ജക്റ്റും പരിപാടികളും ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പം ഇങ്ങനെ ഒരു ഇത് പറഞ്ഞു. അപ്പം അന്നേരം നമ്മൾ അദ്ദേഹത്തിന്റെ അടുത്ത് ഫുൾ സ്ക്രീൻ പ്ലേ ആയിട്ട് പറയാൻ പോകുന്ന സമയത്ത് ഈ മാറ്റം ഭീകരമായ സ്ട്രക്ചറിലോ പരിപാടിയിലൊന്നും മാറ്റമൊന്നും വന്നിട്ടില്ല. ഈ ക്യാരക്ടറിന്റെ ചെറിയ ചെറിയ പരിപാടിയിലും ആ സീൻസിൽ അതുകൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളുമാണ്. അപ്പോൾ ഇതിന് പോകുമ്പോൾ ഇത് മാറ്റിയ ഒരു നെക്സ്റ്റ് ഡ്രാഫ്റ്റുമായിട്ടാണ് പോയത്. ഫുൾ സ്ക്രീൻ പ്ലേ ആയിട്ടാണ് പറഞ്ഞത്. അപ്പോഴത്തേനും അദ്ദേഹം ഓക്കെ ആയിരുന്നു, ഹാപ്പി ആയിരുന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 50 കോടി അടിച്ചിരിക്കുകയാണ് കളങ്കാവൻ. അപ്പോൾ മമ്മൂക്ക എന്താ പറയുന്നത് ഇപ്പോൾ? അദ്ദേഹം നല്ല ഹാപ്പിയാണ്. അദ്ദേഹം ഈ കോടിക്കണക്ക് അതിനെ പറ്റി അങ്ങനെ സംസാരിച്ചിട്ടില്ല. പക്ഷെ ഈ സിനിമയുടെ പുറത്തിറങ്ങുന്ന ചർച്ചകളിൽ അദ്ദേഹം വളരെ ഹാപ്പിയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെ പറ്റി ഇപ്പൊ നമുക്കൊക്കെ ചെറിയ ഇതുണ്ട്. അദ്ദേഹം വളരെ മിനിമലായിട്ടാണ് പല പരിപാടികളും ചെയ്ത് പോയിട്ടുള്ളത്. ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള സംഗതികളല്ല, സട്ടിലായിട്ടുള്ള ചില പരിപാടി. അപ്പൊ ഇത് എന്തുമാത്രം പോപ്പുലർ ആൾക്കാരുടെ ഒരു ഇതിലോട്ട് ഇത് എന്തുമാത്രം പെനിട്രേറ്റ് ചെയ്യുമെന്നുള്ള ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതലായിട്ട് ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാനും അതിനെപ്പറ്റി അതിന്റെ പുറത്ത് ചർച്ചകൾ നടത്താനൊക്കെ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പ്രകടനത്തെ പറ്റിയാണ് പറഞ്ഞത്. അപ്പൊ അത് കുറെ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ഒരു ശരിയായ ഒരു സെലക്ഷൻ ആയിരുന്നു എന്നുള്ള ഒരു സന്തോഷം നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവും. അധികം സന്തോഷം എക്സ്പ്രസ് ചെയ്യാത്ത ആളാണ് അങ്ങനെ. അതെ അതെ അതെ. എന്നാലും നമുക്കെന്നാലും കമ്പനി നമുക്ക് നമ്മൾ ഇങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന്റെ ഒരു ഹാപ്പിയാണ്. അതെ അതെ. മമ്മൂക്കയുടെ സജഷൻ ആയിരുന്നു മറ്റേ വീട് ചവയ്ക്കുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെറിയ സജഷൻസ് നമുക്ക് പറഞ്ഞിട്ടുണ്ടോ? വേറെ ഇതുപോലെ മൈന്യൂട്ടായിട്ടുള്ള ചില പിന്നെ ഇംപ്രൂവൈസേഷൻസ് ഒരുപാടുണ്ട്. ഒന്ന് പറയാന്ന് പറഞ്ഞാല് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ചവയ്ക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ ടീസറിലും ഷോട്ടിലും അങ്ങനെ ഒരു സംഗതി ഉണ്ട്. അതായത് കയ്യിൽ സിഗരറ്റും പിടിച്ച് അല്ലെങ്കിൽ ചുണ്ടത്ത് സിഗരറ്റ് വെച്ച് ആ ഒരു സ്ത്രീയെ നോക്കുക എന്നാണ് പറഞ്ഞിരുന്നത്. പുള്ളിയാണ് അത് ഒരു മൂവ്മെന്റ് ഇട്ട് അതിനെ ഒരു അവസാനത്തെ ടീസറിൽ അവസാനം കാണിക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ് വെച്ച് സിഗരറ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്യിപ്പിക്കുന്ന പോലെ. അതും അദ്ദേഹം ചെയ്ത പരിപാടി. അതും കണ്ണാടി ഉണ്ടായിരുന്നു. ആ പൊക്കിയ സാധനം അദ്ദേഹം ചെയ്തത്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഷോട്ട് എടുക്കുന്ന ടൈമിൽ ചെയ്യണോ? അതെ അതെ. മീൻസ് പിന്നെ ചിലത് പറയും, ചിലത് പറയത്തില്ല. നമ്മളെ അഫക്ട് ചെയ്യാത്ത, നമ്മുടെ വിഷ്വൽ ലാംഗ്വേജിനെ അഫക്ട് ചെയ്യാത്ത സംഗതികൾ അദ്ദേഹം ചിലതൊക്കെ സമയത്തായിരിക്കും ഇടുന്നത്. അപ്പൊ നമുക്കൊരു എക്സൈറ്റ്മെന്റ് കൂടുതൽ കിട്ടും. അതെ, എന്താണ് ഉദ്ദേശിക്കുന്ന സംഗതി എന്താണെന്ന്, നമ്മുടെ ഷോർട്ട് ഡിവിഷൻ എന്താണെന്നും, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഇമോഷൻ എന്താണെന്നും ഒക്കെ പറയും. അതിന്റെ അപ്പുറത്തോട്ട് അദ്ദേഹം എപ്പോഴും ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരാളാണ്. ഈ കഥാപാത്രത്തിൽ അങ്ങനെയായിരുന്നു. എങ്ങനെ അതിനകത്തൊരു പുതിയ സാധനം കൊണ്ടുവന്ന് അതിനെ ഒന്ന് വേറൊരു രീതിയിലോട്ട്. അപ്പൊ മമ്മൂട്ടി എന്ന് പറയുന്ന പിന്നെ നടൻ ഈ പറയുന്ന ഒരു ലെജൻഡറി സ്റ്റാറ്റസിൽ എങ്ങനെ എത്തി, എങ്ങനെ അത് സസ്റ്റെയിൻ ചെയ്ത് പോകുന്നു എന്നുള്ളതിന്റെ കാരണങ്ങൾ ഇതൊക്കെയാണെന്ന് തോന്നുന്നത്. അദ്ദേഹം എപ്പോഴും ആ ഒരു ചിന്ത അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട്, എങ്ങനെ അത് ബെറ്റർ ആക്കാം എന്നുള്ളത്. എന്ന് മാത്രമല്ല ചിന്തയുണ്ട്, അങ്ങനെ തോന്നുന്ന സംഗതികളെ കൃത്യമായിട്ട് അവതരിപ്പിക്കാനും കേപ്പബിലിറ്റി ഉള്ള ഒരു നടനും കൂടിയാണ്. ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു ഔട്ട്പുട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. മുന്നറിയിപ്പാണ് മമ്മൂക്ക ലാസ്റ്റ് ചെയ്ത ഒരു ക്രിമിനൽ ക്യാരക്ടർ. അപ്പൊ അതിനുശേഷം ഇപ്പോഴാണ് നമുക്കൊരു കഥ കേട്ട് ഇപ്പൊ ഒരു ക്രിമിനൽ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോ എങ്ങനെയാണ് മമ്മൂക്കനെ കൺവിൻസ് ചെയ്തത്? അത് പിന്നെ മുന്നറിയിപ്പ് ക്രിമിനൽ ഒരു വേറൊരു സൈക്കിക്കുള്ള ഒരു കഥാപാത്രമാണ് മുന്നറിയിപ്പില്ല, ശരിയാണ്.
പിന്നെ നമ്മുടെയിലും അങ്ങനത്തെ ഒരു വേറൊരു സൈക്കിക് സ്വഭാവമുള്ള ഒരു ഇതാണ്. അതിലങ്ങനെ കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും അദ്ദേഹം നമ്മളെ കൺവിൻസ് ചെയ്യാൻ നോക്കിയെന്ന് വേണം പറയാം. അങ്ങനെയല്ല, അതെ ഞാൻ ഇത് ചെയ്യാമെന്ന് ഇങ്ങോട്ട് പറയുമായിരുന്നു. അപ്പൊ നമ്മള് നമുക്ക് പെട്ടെന്ന് കേട്ടുമ്പോൾ അതെങ്ങനെ ശരിയാകുമോ, നമ്മൾ എത്ര നാളും നമ്മുടെ മൈൻഡിൽ അങ്ങനെ തോട്ടില്ല. പിന്നെ ആലോചിച്ചപ്പം തന്നെ മനസ്സിലായി അതാണ് അതിന്റെ പരിപാടി. കാരണം അദ്ദേഹം അത് തിരഞ്ഞെടുക്കുമെന്നുള്ള ഒരു ചിന്ത പോലും നമുക്ക് വരുന്നില്ല. കാരണം അത്രയും ക്രൂവലായിട്ടുള്ള പിന്നെ അത്രയും നെഗറ്റിവിറ്റി ക്യാരി ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. അപ്പൊ ആ തിരഞ്ഞെടുപ്പ് തന്നെ നമുക്കുണ്ടായിരുന്ന ഷോക്കായിരുന്നു, നമുക്കൊന്ന് ഷോക്കായിരുന്നു. പിന്നെ ആലോചിച്ച് അത് പക്കയാണ്. അദ്ദേഹം തിരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം ആ ധൈര്യം കാണിച്ചതും ഒരു സർപ്രൈസ് ഉണ്ടാക്കിയതൊക്കെ. അതിനപ്പുറത്തോട്ട് അദ്ദേഹം ഇങ്ങനെ ചെയ്യുമെന്നും ചെയ്തു കഴിഞ്ഞാൽ ഈ ലെവലിലോട്ടൊക്കെ പോകുമെന്നുള്ളത് ആ മൊമെന്റിൽ തന്നെ നമുക്ക് മനസ്സിലായ സംഗതിയാണ്. അദ്ദേഹമാണ് ചെയ്തെങ്കിൽ അത് ഇപ്പം കാണുന്ന ചർച്ചകളും പരിപാടികളും നമ്മൾ മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലെ കണ്ടു എന്നല്ല, ബട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് അപ്പം തന്നെ നമുക്ക് മനസ്സിലായിരുന്നു. ഈ സിനിമ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഈ ക്യാരക്ടറെ വെച്ച് ഡെവലപ്പ് ചെയ്താണോ പോയത്, അല്ലെങ്കിൽ ഓൾറെഡി കഥ വെച്ച് ഡെവലപ്പ് ചെയ്താണോ? ക്യാരക്ടർ നമുക്ക് ആദ്യമേ നമ്മൾ മനസ്സിൽ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് എഴുത്തിൽ വന്നു, എഴുത്തിൽ സ്വാഭാവികമായിട്ടുള്ള പരിണാമങ്ങൾ അതിലുണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്ത് നമ്മൾ ആദ്യമേ ക്യാരക്ടർ ഒന്ന് മനസ്സിൽ സെറ്റ് ചെയ്തായിരുന്നു. പിന്നെ കുറെ കൂടെ കഥയുടെ നെറേറ്റീവ് സ്ട്രക്ചറും അതിന്റെ ഡീറ്റെയിലിങ്ങിലുമാണ് കുറച്ചും കൂടെ ശ്രദ്ധ കൊടുത്തത്. അത് കഴിഞ്ഞിട്ടാണ് ഫൈനൽ ഡ്രാഫ്റ്റിലോട്ട് പോകുന്നത്. അപ്പൊ അതിലാണ് കൂടുതലും ഒന്ന് ശ്രദ്ധിച്ചത്. ഇപ്പൊ ഒരു ക്യാരക്ടർ, ഇപ്പൊ ഒരു സീൻസ് എഴുതുമ്പോൾ ഒരു ക്യാരക്ടർ ഇന്ന സീനിൽ പ്ലേസ് ചെയ്തിട്ട് അവിടെ ആ ക്യാരക്ടർ എങ്ങനെയാ പെർഫോം ചെയ്യാം, അങ്ങനെയാണോ സീൻസ് ചെയ്താറ്? അല്ലാതെ കഥ ഓൾറെഡി കഥയ്ക്കനുസരിച്ചാണോ സീൻസ് പോകുന്നത്? രണ്ടും പാരലലി പോകുന്നു എന്ന് വേണം പറയാം. രണ്ടും കഥ എങ്ങനെയാണ് കഥയിലോട്ട് ആ സീനിന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളതാണ് പ്രൈമറി ആയിട്ട് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ ഉണ്ടാവണം. കഥാപാത്രത്തിന്റെ ഒരു സ്വഭാവം രീതിയും വെച്ചിട്ടുള്ള മാറ്റങ്ങൾ അവിടെ ഉണ്ടാവും. എന്നാലും കുറച്ചും കൂടെ കഥയുടെ ഡ്രൈവിംഗ് ഫോഴ്സിനെ ആണ് കുറച്ചും കൂടെ ഫോളോ ചെയ്യാൻ നോക്കാറുള്ളത്. കാരണം കഥാപാത്രത്തെ ആദ്യമേ ഏതാണ്ട് നിർവചിച്ച് സെറ്റ് ചെയ്തിരിക്കും. പിന്നെ ഈ കഥയുടെ നെറേറ്റീവ് സ്ട്രക്ചറിലാണ് കുറച്ചും കൂടെ പിന്നെ പണി ചെയ്യുന്നത്. മമ്മൂക്ക എങ്ങനെയാ സെറ്റിൽ? ഇപ്പൊ ഇത്ര ഒരു വെറൈറ്റി ക്യാരക്ടർ ചെയ്യുമ്പോൾ മമ്മൂക്ക എങ്ങനെയാ സെറ്റിൽ? അദ്ദേഹം വളരെ കൂളായിരുന്നു, ഭയങ്കര ചില്ലായിട്ടായിരുന്നു. വേറെ അങ്ങനെ നമുക്ക് പിന്നെ കൃത്യം ഒക്കെ പ്രൊഫഷണൽ ആയിട്ട് തന്നെയാണ്. അപ്പൊ നമുക്ക് ചെന്നിട്ട് നമ്മൾ പിന്നെ എടുക്കാൻ പോകുന്ന പരിപാടിയുടെ ഡീറ്റെയിലിംഗ് മാക്സിമം അദ്ദേഹത്തിനോട് സംസാരിക്കാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും ഇതൊക്കെ പറയും. അപ്പൊ അദ്ദേഹത്തിന് പിന്നെ സംശയങ്ങളും സജഷൻസും ഒക്കെ ഉണ്ടാവും. അതിനൊക്കെ നമുക്ക് കൃത്യമായ മറുപടികളും ഉണ്ടായിരുന്നാൽ മതി. വേറെ അതിനകത്ത് ടെൻഷൻ അടിക്കാൻ ബുദ്ധിമുട്ടേണ്ട സംഗതികളൊന്നും നമുക്ക് പിന്നെ ഇപ്പൊ എസ്പെഷ്യലി ഇപ്പൊ ഷോർട്ട് ഡിവിഷൻ അങ്ങനെയുള്ള സംഗതികളാണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന എഡിറ്റിംഗ് പാറ്റേൺ അല്ലെങ്കിൽ മ്യൂസിക് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ക്ലാരിറ്റി ഉണ്ടായിരുന്നാൽ മതി. പിന്നെ ഈ കഥാപാത്രത്തിൽ പ്രത്യേകിച്ച് ഒരു അഡീഷണൽ എക്സൈറ്റ്മെന്റ് അദ്ദേഹത്തിന് ചെയ്യുന്നതിലുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഷൂട്ടിംഗ് പ്രോസസ്സിൽ. അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. ഇത് നമുക്ക് ആക്ഷൻ പറയുമ്പോഴാണോ ക്യാരക്ടർ കയറുന്നത്, അല്ലെങ്കിൽ ഓൾറെഡി അതിന് മുന്നേ ക്യാരക്ടർ ആക്ഷൻ പറയുമ്പോൾ തന്നെയാണ്. അതെ, അതിന്റെ ചെറിയ ഒരു ന്യൂആൻസസ് നമുക്ക് ഫീൽ ചെയ്യും. എന്നാലും കൃത്യമായിട്ട് ആക്ഷൻ പറയുമ്പോഴായിരിക്കും ഓൾറെഡി മൈൻഡിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതെ അതെ അതെ, മൈൻഡിൽ സെറ്റ് ചെയ്യും. അതിനകത്തുള്ള അഡീഷണൽ പ്ലേസും പരിപാടികളൊക്കെ അദ്ദേഹം മനസ്സിൽ പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഈ ടേക്കിന് മുന്നേ നമുക്ക് ഇതുപോലൊരു ക്യാരക്ടർ ചെയ്യണോണ്ടോ ചോദിക്കുന്നത്? അതിന് മുന്നേ നമുക്ക് സംസാരിക്കാറുണ്ടോ ഇങ്ങനെ? അതുകൊണ്ട് ബട്ട് എന്നാലും കൂടുതലും ഇത് കുറച്ച് നോൺ ലീനിയർ പരിപാടികളൊക്കെ ഇങ്ങോട്ടും മിക്സ് ചെയ്തൊക്കെ വരുന്നുണ്ട് ഇതിനകത്ത് സ്ക്രീൻ പ്ലേ. പിന്നെ കുറച്ച് അണ്ടർലൈൻ ചെയ്ത് പോകുന്ന കുറച്ച് പിന്നെ ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്. അപ്പം അതിനെപ്പറ്റിയൊക്കെ ഒന്നും കൂടെ സംസാരങ്ങൾ വരാറുണ്ട്. അപ്പൊ അതായത് അദ്ദേഹം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന സംഗതികൾ അതിനെ എങ്ങനെയെങ്കിലും ഷേക്ക് ചെയ്യോ ഇല്ല എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഉള്ള ഡീറ്റെയിൽ ഡിസ്കഷൻസ് നടക്കാറുണ്ട്. എല്ലാ സിനിമയിലും ഇതുപോലൊരു സിനിമ ആയതുകൊണ്ട് തന്നെ എല്ലാ സിനിമയിലും പെർഫെക്ഷൻ നന്നാക്കാൻ വേണ്ടി ഒരുപാട് ടേക്കുകൾ ചിലപ്പോൾ പോയിട്ടുണ്ടോ? ഏതെങ്കിലും അങ്ങനത്തെ സീനിൽ ഒരുപാട് ടേക്കുകൾ പോയത് ഇതിനാ? ഇതില് പിന്നെ അതിൽ മമ്മൂക്കയുടെ വിനായകന്റെ അങ്ങനെ പോയിട്ടുണ്ടെന്ന് തോന്നില്ല. അല്ലാതെ ചിലരുടെ അതിലൊക്കെ കുറച്ച് നമ്മൾ ചെറിയ കൊറിയോഗ്രാഫിക്ക് അനുസരിച്ച് ഡയലോഗ് ഡെലിവറിയിലെ മോഡുലേഷനും പരിപാടിയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ കുറച്ച് ടേക്സ് പോയിട്ടുണ്ട്. കുറച്ച് കൂടുതലൊക്കെ പോയിട്ടുണ്ട് ചില സമയത്ത്. പക്ഷെ വളരെ കുറവായിരുന്നു. മമ്മൂക്കയുടെതൊക്കെ കൂടുതലും പെട്ടെന്ന് ഇതായിട്ട് പോകും. ടെക്നിക്കൽ ഇഷ്യൂസ് എന്തെങ്കിലും വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് വേരിയേഷൻസ് വരുവാണെങ്കിലും വേരിയേഷൻസ് വേണം തോന്നുന്ന സമയത്തൊക്കെ ഉള്ളൂ. അങ്ങനെ എന്റെ അനുഭവത്തിൽ ടേക്സ് കുറവായിരുന്നു, പെട്ടെന്ന് കിട്ടുമായിരുന്നു. അത്രയും ബുദ്ധിമുട്ടുള്ള ആണ്. പക്ഷെ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന പല സാധനങ്ങളും പെട്ടെന്ന് കിട്ടിയായിരുന്നു. കാരണം അത്ര നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നു. സാറും പ്രിപ്പയർഡ് ആയിരുന്നായിരിക്കും. അതുകൊണ്ട്
അങ്ങനെ ഒരുപാട് കമ്പാരിറ്റീവ്ലി പെട്ടെന്നാണ് പോയത്. നമ്മൾ ഫിലിം മേക്കിങ്ങിൽ എപ്പോഴും നമ്മൾ പലപ്പോഴും സംഭവിക്കാറുണ്ട്, നമ്മൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആകുമെന്ന് വിചാരിക്കുന്ന സംഗതികൾ കോംപ്ലിക്കേഷൻസ് വരാതെ പോകാറുണ്ട്. അതുപോലെ വളരെ സിമ്പിളായിട്ട് തീരുമെന്ന് തോന്നുന്ന ചില സംഗതികൾ ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആവാറുണ്ട്. അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. ഇപ്പോൾ മമ്മൂട്ടി കമ്പനി എങ്ങനെയാ ശരിക്കും ഇതിന്റെ പ്രൊഡക്ഷനിലേക്ക് വരുന്നത്? മമ്മൂക്കയുടെ അടുത്ത് കഥ പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഇങ്ങോട്ട് പറയുമായിരുന്നു. ഇവരെല്ലാം കണക്റ്റഡ് ആണ്. ആൻഡ്രോ ത്രൂ ആണ് നമ്മൾ അങ്ങോട്ട് പോയത്. അപ്പം അദ്ദേഹം തന്നെ ഇങ്ങനെ പറഞ്ഞു ഇതുപോലെ അവർ തന്നെ ചെയ്യാം, മമ്മൂട്ടി കമ്പനി ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലാണ്. മമ്മൂക്കയുടെ തീരുമാനമാണല്ലോ അത്. അങ്ങനെ പറയുമായിരുന്നു. അപ്പം നമ്മൾ ഹാപ്പി ആയിരുന്നു, കാരണം അവർക്ക് നല്ലൊരു ഹിസ്റ്ററിയും ഉണ്ട്, അതെ, അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ അവർ നല്ലൊരു സപ്പോർട്ടിങ് സിസ്റ്റം ആണ്. നമുക്കൊരു എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, നമ്മൾ അഡീഷണലി ചോദിക്കുന്ന കാര്യങ്ങൾ പോലും അവർ മടിയൊന്നും ഇല്ലാതെ തന്നെ അപ്പം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായില്ല. വളരെ നല്ല അനുഭവമായിരുന്നു. ഇനിയും സിനിമകൾ മമ്മൂക്കയുടെ കൂടെ ഉണ്ടാവും? അത് തീർച്ചയായും ആഗ്രഹമുണ്ട്. അതിപ്പോൾ പ്രാക്ടിക്കലി നടക്കോ ഇല്ല എന്നുള്ളത് നമുക്ക് കാലം തെളിയിക്കണം. പക്ഷെ ഭയങ്കരമായ ആഗ്രഹമുണ്ട്. സാധാരണ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സിനിമകളിലൊക്കെ ഒരു എവിഡൻസിനെ പിടിച്ച് അതിന്റെ പുറകെ പോലീസുകാർ പോകുന്നു, അങ്ങനെയുള്ള ഒരു ഇതാണ് വരാറ്. ഇതില് ക്രിമിനലിന്റെ ഇത് ഫോക്കസ് ചെയ്താണ് പോകുന്നത്. അത് എന്താണ് അതിന്റെ വ്യത്യാസം? അത് പിന്നെ ഇതിനകത്തും അങ്ങനെ ഒരു എലമെന്റ് പലരിൽ പോകുന്നുണ്ട്. ബട്ട് അതിനേക്കാളും നമ്മുടെ മെയിൻ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു കഥാപാത്രത്തിന്റെ ഒരു ഡ്രാമയും ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത് ക്രൈം ത്രില്ലറിന്റെ കൂടെ ക്രൈം ഡ്രാമയുടെ കൂടെ ഒരു ജോണർ മിക്സ് സാധാരണ സംഭവിക്കാറുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ഒബ്വിയസ്ലി അത് ഇന്റൻഷനലി ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു നോർമൽ ത്രില്ലർ ഇത് ഒരു പുതിയൊരു അനുഭവം പ്രൊവൈഡ് ചെയ്യാനുള്ള ശ്രമം എങ്ങനെ പറ്റുമെന്നുള്ള ഒരു ആലോചനയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ബ്ലെൻഡ് ചെയ്ത് പോകാം എന്നുള്ള ഒരു ഇതിലോട്ട് ലാൻഡ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ സംഗതികൾക്കപ്പുറത്ത് കുറച്ച് നോളിനിയർ നെഗറ്റീവിനകത്തൂടെ കുറച്ച് ചെറിയ സർപ്രൈസുകൾ ഇട്ടിട്ട് അങ്ങനെ ഹുക്ക് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇത് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു മിക്സിംഗിൽ അങ്ങനെ സംഭവിച്ചതാണ്. ഓക്കെ. ഈ പാസ്റ്റ് കാണിക്കല് ഇതിലൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നു. സാധാരണ സിനിമകളിൽ പാസ്റ്റ് കാണിക്കുമ്പോൾ വേറെ രീതിയിലാണ് കാണിക്കുന്നത്. കുറച്ച് ഇതുപോലെ ക്രൈം ആയതുകൊണ്ട് കുറച്ച് ഡെപ്തില് സീൻസ് കാണിച്ചിട്ടായിരിക്കും പറയാം. ഇത് എങ്ങനെയാ ഇതിലേക്ക് വന്നത്? ഇതില് ഒന്ന് കഥാപാത്രത്തിന് ഇപ്പം പലരും പറഞ്ഞിട്ടുള്ള പോലെ തന്നെ അങ്ങനെ ഒരു കൃത്യമായ ഒരു ജസ്റ്റിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറി ഒന്നും ഇല്ല. ഇതിങ്ങനെ അതിന് കാരണം എന്താണെന്ന് സിനിമയിൽ തന്നെ പറയുന്നുണ്ട്, ഇയാൾ എന്തുകൊണ്ട് ഇങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി. അപ്പൊ അതിനെപ്പറ്റി ചില സൂചകങ്ങൾ കൊടുത്താൽ നല്ലതായിരിക്കില്ല എന്ന് ചില ചർച്ചകളിൽ വന്നായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ആലോചനയിലുമാണ് ഇതുപോലൊരു സംഗതി വന്നത്. അപ്പം എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയായിരുന്നു ഈ ഐഡിയ കിട്ടിയപ്പം തന്നെ. പിന്നെ എല്ലാവരോടും പറഞ്ഞപ്പോഴും അത് കണക്റ്റായി. അങ്ങനെയാണ് ഇത്. അതായത് ഒരു കൈൻഡ് ഓഫ് രീതിയിൽ ഈ പറയുന്ന ജയകൃഷ്ണന്റെ കഥാപാത്രം ഒരു സംഭവത്തെ പറ്റി പറയുവാണ്. അത് വെറും സംഭവം മാത്രമല്ല, അതിന് വേറൊരു തലം ഉണ്ടോ എന്നുള്ളത് പിന്നെയാണ് റിവീൽ ചെയ്യുന്നത്. ബട്ട് ആ സംഭവം വേറൊരു രീതിയിൽ പിന്നെ മറ്റേയാളുടെ ഈ ചരിത്രവും ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പം അത് പിന്നെ ഈ പറഞ്ഞ പോലെ നീ തന്നെയാണല്ലോ ഞാൻ എന്നുള്ള ഒരു അദ്വൈതത്തിന്റെ ഒരു സങ്കല്പം ഉണ്ടല്ലോ, അതിന്റെ ഒരു വേരിയേഷൻ ആണ് ട്രൈ ചെയ്തത്. രണ്ടും ഒന്ന് തന്നെയാണല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വിഷ്വൽ ഇമേജറിയാണ് നമ്മൾ അതിനകത്ത് കുറെ ആദ്യ കാഴ്ചയിൽ കിട്ടാൻ സാധ്യതയുള്ള കുറവുള്ള കുറെ എലമെന്റ്സ് അതിനകത്തുണ്ട് ആ ഒരു സീക്വൻസിൽ. അപ്പൊ അത് പിന്നെ ഒരു ചെറിയ ടൈം പീരീഡിൽ ഒരുപാട് സംഭവങ്ങൾ അതിനകത്ത് പറയാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ടാവില്ല, ബട്ട് സ്റ്റിൽ നമ്മൾ ഹാപ്പിയാണ് അതിൽ. ശരിക്കും പറഞ്ഞാൽ ഇതിലത്തെ നായകനും വില്ലനും നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടല്ലേ എന്ന് വെച്ചാൽ പിന്നെ രണ്ടുപേരും അങ്ങനെ ഒരു ഹീറോയോ പ്രൊട്ടഗണിസ്റ്റോ ആന്റഗണിസ്റ്റോ എന്ന് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന രണ്ടുപേരാണ്. പിന്നെ ചിലപ്പോൾ ഒരാള് കുറെ കൂടെ ഒരു ആന്റഗണിസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കും, മറ്റേ കുറച്ചും കൂടെ പ്രൊട്ടഗണിസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന ആളുമായിരിക്കും. പക്ഷെ ഈ ഷെയ്ഡ് മിക്സ് രണ്ടിലും ഉണ്ട്. എഴുതിയതും സംവിധാനം ചെയ്തതിലും രണ്ട് ക്യാരക്ടേഴ്സും റിയൽ ലൈഫ് ഇൻസിഡൻസ് അത് കോയിൻസിഡൻസ് ആണ്. അങ്ങനെ ഇന്റൻഷനലി ചെയ്തതല്ല. ക്രൈമിനോടും ക്രൈം ഡ്രാമയോടും ഒക്കെ ഉള്ള താല്പര്യത്തിന്റെ പുറത്ത് നടത്തിയ അന്വേഷണങ്ങളിൽ എങ്ങനെ യാദൃശ്യമായിട്ട് രണ്ടുപേരും കയറി വന്നതാണ്. അതങ്ങനെ ഇന്റൻഷനലി ചെയ്തതല്ല. ദുൽഖർ സൽമാനായിട്ടും മമ്മൂക്കയായിട്ടും പടം ചെയ്തു. ഇനി രണ്ടുപേരെയും ഒരുമിച്ച് ഒരു പടത്തിൽ കൊണ്ടുവരുന്ന ആഗ്രഹമുണ്ടോ? അങ്ങനെ ഒരു ഇന്റൻഷനലി അങ്ങനെ ആഗ്രഹം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് കിട്ടുന്ന സബ്ജക്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്ന സബ്ജക്റ്റുകൾ ഏതെങ്കിലും അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ഇനി ഏതെങ്കിലും സബ്ജക്ട് പ്ലാനിലുണ്ടോ? ഉണ്ട്, പ്ലാനിലുണ്ട്. പ്രോസസ്സിലാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം കുറച്ച് നാളായിട്ടൊന്ന് അത് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് ഇതിന്റെ ഒരു പരിപാടി കഴിഞ്ഞാൽ കയറാൻ പറ്റത്തുള്ളൂ. കളങ്കാവില് മുന്നേ എഴുതി വെച്ചേക്കണം. അതെ, മീൻസ് കളങ്കാവില് ഓണായി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിനൊക്കെ ഒരു ടൈം സ്പാൻ ഇടയ്ക്ക് വന്നായിരുന്നു. ആ സമയത്ത് ചെയ്തതാണ്. കാസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞു? ഇല്ലില്ല, അതിന് മെയിൻ കാസ്റ്റ്
കാസ്റ്റ് മാത്രമേ നമുക്ക് സ്റ്റാർ കാസ്റ്റ് അത്യാവശ്യം മീൻസ് നമുക്ക് അറിയാവുന്ന ഒരാൾ തന്നെ, പക്ഷെ അതിനെ പറ്റി പറയുന്നതിന് പരിമിതിയാണ്. ശരിക്കും ഈ കളങ്കാവൽ എന്ന് പറഞ്ഞ പേരിലോട്ട് എത്തിയത് എങ്ങനെയാ? അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു ചിലർക്കൊന്നും അറിയില്ല. ഇപ്പൊ എനിക്കും സ്റ്റാർട്ടിങ് കേട്ടപ്പോ അറിയില്ല. ഓക്കെ നമ്മൾ കുറെ പേരുകളും കുറെ ചർച്ചകൾ നടന്ന അവസാനമാണ് ഈ ഒരു തീരുമാനത്തിലോട്ട് വരുന്നത്, കളങ്കാവൽ എന്നുള്ള പേര് എടുക്കാമെന്നുള്ളത്. അപ്പൊ ഞാനും ജിഷ്ണു കോറേറ്ററുണ്ട്. നമ്മുടെ സംസാരത്തിന്റെ ഇടയിലാണ് കളങ്കാവൽ എന്ന് പറയുന്ന ദേവീക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഒരു റിച്വലിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു സംഗതിയെ പറ്റി കേൾക്കുന്നത്. അപ്പൊ അതിന്റെ പേര് കേട്ടപ്പം തന്നെ അത് ഒരു ക്യാച്ച് ആയിട്ട് തോന്നി. കളങ്കാവൽ എന്ന് പറയുമ്പോൾ കളത്തിന് കാവൽ നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് അത് സൂചിപ്പിക്കുന്നത്, അതിന്റെ വാച്യാർത്ഥം. പിന്നെ അതിന്റെ പിന്നിലുള്ള ആ റിച്വലിന്റെ പിന്നിലുള്ള ഐതിഹ്യം എന്ന് പറയുന്നത്, പിന്നെ ദാരികൻ എന്ന് പറഞ്ഞ അസുരനെ തേടി ഭദ്രകാളി ദേവി എല്ലാ ദിക്കുകളോട് നടത്തുന്ന സഞ്ചാരം, ദാരിക നിഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിന്റെ ഒരു ഐതിഹ്യം ഇരിക്കുന്നത്. പിന്നെ അപ്പൊ ഇത് നമ്മുടെ പടവുമായിട്ട് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഒരു സം കൈൻഡ് ഓഫ് സ്പിരിച്വലി വല്ലതും ഇത് കണക്റ്റഡ് ആണെന്ന് അപ്പം തന്നെ തോന്നിയായിരുന്നു. ഈ പറയുന്ന ദാരിക സ്വഭാവമുള്ള ഒരു വിനാശം നടത്തുന്ന ഒരു ശക്തിയെ തേടി ഉള്ള ഒരു യാത്ര എന്നുള്ളൊരു രീതിയിലാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഈ വാക്കിന് മലയാളത്തിലും തമിഴിലും ഏതാണ്ട് ഒരേ അർത്ഥമാണ് ക്യാരി ചെയ്യുന്നത്. അപ്പൊ ഇത് ഈ നമ്മുടെ സിനിമ നടക്കുന്ന ഭൂമികയും ഈ പറയുന്ന കേരള തമിഴ്നാട് അതിർത്തി പ്രദേശവും ഒക്കെയാണ്. രണ്ട് സംസ്കാരങ്ങളെയും രണ്ട് ഭൂപ്രകൃതങ്ങളെയും ഒക്കെ ഇത് ടച്ച് ചെയ്ത് പോകുന്നുണ്ട് സിനിമ. അപ്പൊ ഇങ്ങനെയുള്ള പല പല കാരണങ്ങൾ കൊണ്ട് പേര് നല്ല ആപ്റ്റാണെന്ന് തോന്നി. നമുക്കെടുത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനും അത് ഭയങ്കര അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നി. അങ്ങനെയാണ് ഇതിലോട്ട് വരുന്നത്. ഓക്കെ, സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പൊ ട്രിവാൻഡ്രം സൈഡിലാണ് ഈ കഥ നടക്കുന്നത്. അതിന്റെ സ്ലാങ് ഒക്കെ പിടിക്കുന്നുണ്ട്. അത് ശരിക്കും ഈ തമിഴ് നാട് കേരള ബോർഡർ ആ കണക്ഷന് വേണ്ടി വെച്ചാണ്? അതെ അതെ അതെ, ആ സ്ഥലത്താണ് ഈ കഥ നടക്കുന്നത് മൊത്തം. ഈ കഥാപാത്രം അവിടെ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അത് സ്വാഭാവികമായിട്ട് എന്നോട് മെർജായതാണ് ആ സംഗതി. ഓക്കെ, ശരിക്കും മമ്മൂക്കയുടെ ക്യാരക്ടർ ഒരു തമിഴൻ ക്യാരക്ടറാണല്ലേ? അയാള് അത് സിനിമയിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട്. അയാള് പിന്നെ മലയാളിയാണ്, പക്ഷെ ടെക്നിക്കലി അയാളുടെ ജന്മസ്ഥലം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. പക്ഷെ അത് അവിടെ തന്നെ പ്ലേസ് അമ്പൂരി എന്ന് പറയുന്ന സ്ഥലത്താണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ നാടാണ് അത് സ്ഥലം. അപ്പോൾ അവിടെ കുറച്ച് ഏരിയ കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമാണ്. പക്ഷെ അവിടെ ആ അതിർത്തി കഴിഞ്ഞ് അങ്ങോട്ടും കുറേ ഭാഗത്തോട്ട് മലയാളികളാണ് ഉള്ളത്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്തു നിന്നാണ് അദ്ദേഹം വരുന്നത്. അതുകൊണ്ടാണ് രണ്ട് ഭാഷയിലും ഒരു എക്സ്പെർട്ടൈസും ഉള്ളത് ഒക്കെ. ഓക്കെ, ഇപ്പോൾ ചെയ്തേക്കുന്ന രണ്ട് സിനിമകളും ജോണറുകൾ ഏകദേശം സിമിലർ ആണ്. വേറെ ഏതെങ്കിലും ജോണർ ട്രൈ ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? അല്ലെങ്കിൽ ആക്ഷൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത് തന്നെ ചിലപ്പോ ആക്ഷൻ കാണാൻ ശ്രമം നടത്തും. ആക്ഷനും ഇതുമാണ് മെയിൻ ഫോക്കസ്. കൂടുതലും ആത്മവിശ്വാസം ഉള്ളത് ആ ഒരു ഏരിയയിലാണ്. ഓക്കെ, ഇപ്പോൾ ഈ സിനിമയുടെ കഥ, സൈനഡ് മോഹന്റെ കഥ, അതെങ്ങനെയാണ് സാർ കേട്ട് അത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്? അത് പിന്നെ ഇതിന്റെ കോറേറ്റ് ജിഷ്ണു ആയിട്ടുള്ള സംസാരത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു എലമെന്റിനെ പറ്റി ആദ്യം കേൾക്കുന്നത്. അപ്പം ഞാൻ മുന്നേ കേട്ടിട്ടുള്ള സംഗതിയാണ്. അപ്പൊ അതിനകത്ത് എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാരായിരിക്കുമല്ലോ ഇത് കൂടുതൽ കാണാൻ വരുന്നത്. അപ്പൊ അവരെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു സിനിമാറ്റിക് സങ്കല്പം, അങ്ങനെ ഒരു സാധനം അതിനകത്ത് അന്ന് തോന്നിയില്ല. പിന്നെ നമ്മൾ ചില യാത്ര നടത്തുമ്പോൾ മറ്റേ ഗോകുലത്തിലൊക്കെ ഉള്ള എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണമൂർത്തി ചേട്ടനുമായിട്ടൊക്കെ ചുമ്മാ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം വേറൊരു സജഷൻ പറയുന്നത്. ഇങ്ങനെ കഥാപാത്രത്തിന് ഇങ്ങനെ ഒരു പശ്ചാത്തലം കൂടെ കൊടുത്താൽ ചിലപ്പം രസമാവൂല എന്ന് ചോദിച്ചു. ആ ഒരു തോട്ടിൽ നിന്നാണ് പിന്നെ കുറച്ച് സീക്വൻസുകൾ മനസ്സിലോട്ട് വരുന്നതും സിനിമ ചെയ്യാമെന്നൊരു തീരുമാനം എടുക്കുന്നതൊക്കെ. അങ്ങനെ നമ്മളിപ്പോൾ കാണുന്ന കളങ്കാവലിന്റെ എത്ര പെർസെന്റേജ് സൈനഡ് മോഹനുണ്ട്? അങ്ങനെ കൃത്യം ശതമാനക്കണക്ക് എനിക്ക് അറിഞ്ഞു. പക്ഷെ കഥാപാത്രത്തിൽ കൃത്യമായിട്ട് നല്ലൊരു ശതമാനം ഉണ്ട്. പക്ഷെ കഥാഗതിയിൽ പക്ഷെ കുറച്ച് കുറവാണ്. കുറച്ച് ഒരു സെഗ്മെന്റ് വരെ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. കഥാപാത്രത്തെ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടുണ്ട്. മറ്റേ കഥയിലാണ് നമ്മൾ കൂടുതലും ഫിക്ഷൻ ചേർത്തിട്ടുള്ളത്. കഥ അങ്ങനെയാണ് അതിന്റെ കണക്ക്. ഓക്കെ, മമ്മൂക്കയും വിനായകൻ ചേട്ടനും തമ്മിലുള്ള കോമ്പിനേഷൻസിലെ അതിലവരെങ്ങനെയായിരുന്നു? ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ്. കാരണം രണ്ടുപേരും രണ്ട് രീതിയിൽ കഥാപാത്രങ്ങളെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് ഇത് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം കൂടുതലും അവർ തമ്മിൽ ഒരുപാട് സംസാരങ്ങൾ നടക്കുമായിരുന്നു. ഇതെങ്ങനെ ഇത് ചെയ്യാം, എങ്ങനെ മീറ്റർ എങ്ങനെ പിടിക്കാം, ഡയലോഗ് ഡെലിവറി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായ ഒരു ചർച്ച നടക്കുകയും സീൻ കൊറിയോഗ്രാഫിയുടെ കാര്യത്തിലൊക്കെ അവർ നല്ല രീതിയിൽ തന്നെ ഇൻവോൾവ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഇത് ഉണ്ടായിരുന്നു. വിനായകൻ ചേട്ടനും കുറെ സ്പേസ് കൊടുത്തിട്ടുള്ള ഇതാണ് എടുത്തേക്കുന്നത്. അപ്പൊ അത് മമ്മൂക്കയ്ക്ക് ഓക്കെ ആയിരുന്നു? അല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു സംഗതിയില്ല. ഇത് തിരക്കഥയ്ക്കകത്ത് എന്തോ ഉണ്ടായിരുന്നത് അത് അതിനെ ഫോളോ ചെയ്തേ ഉള്ളൂ. ഞാൻ ഇതിനകത്ത് തന്നെ ഇപ്പം കുറച്ചൊരു സമയത്ത് മമ്മൂക്കയുടെ സാന്നിധ്യം വളരെ കുറവെന്ന് തോന്നും. പിന്നെ കുറെ എടുത്ത് കൂടുതലെന്ന് തോന്നും. പിന്നെ കയറി ഇറങ്ങി അതങ്ങനെയാണ് പോകുന്നത്. അത് അങ്ങനെ ആ ഒരു പിന്നെ
ആ ഒരു സാന്നിധ്യത്തിന്റെ ഒരു മീറ്റർ അങ്ങനെ നമ്മൾ എഴുതി കൂട്ടി ചെയ്തൊന്നുമല്ല, അതങ്ങനെ സ്ക്രീൻ പ്ലേയിൽ എങ്ങനെ ഉണ്ടായിരുന്നോ അതിനെ ഫോളോ ചെയ്തേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ എക്സ്റ്റേണൽ പരിപാടിയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഈ പടം കഴിഞ്ഞിട്ട് മമ്മൂക്ക വിനായകൻ ചേട്ടൻ ഒരുമിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ ഇവര് അതില് മമ്മൂക്ക വിനായകൻ ചേട്ടൻ കൂടി ഇരുത്തി സംസാരിക്കുന്നത്, അവര് തമ്മിൽ അത്രയും കണക്ഷൻ ഉണ്ടോ? എന്ന് വെച്ചാൽ മമ്മൂക്ക അങ്ങനെ മമ്മൂക്ക മാത്രം സംസാരിക്കുന്നു, വിനായകൻ ചേട്ടനെ കൂടി ഇരുത്തുന്നു. അത് അദ്ദേഹത്തിന് വിനായകൻ ചേട്ടൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് പോലെ, അത് മമ്മൂക്കയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം അങ്ങനെയാണ് അത് കാണുന്ന, അത് അങ്ങനെയൊക്കെ തന്നെയാണ്. വിനായകൻ ചേട്ടൻ സിനിമയിലേക്ക് വരുന്നത് ഓൾറെഡി ഡയറക്ടർ കാസ്റ്റിംഗ് ചെയ്താണോ, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ നമ്മൾ ഇതുപോലെ അതിനൊരു ഓപ്ഷൻസിന്റെ ചർച്ച നടക്കുമ്പോൾ ഒരു ഓപ്ഷനായിട്ട് വിനായകൻ ചേട്ടന്റെ പേര് പറയാം, അത് രസമായിരിക്കും നമ്മളിങ്ങനെ ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് മമ്മൂക്കയാണ് ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ മമ്മൂക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അപ്പം നമുക്ക് അത് ഒരു എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയായിരുന്നു. അത് പിന്നെ അദ്ദേഹത്തിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ തോന്നിയത് കൊണ്ടാണ് സിനിമ സംഭവിക്കുന്നത്. ഈ സിനിമയിൽ ഒരു പഞ്ചായിട്ടുള്ള ഇതാണ് പൊഗ ഇങ്ങനെ വീഴുന്നത്. അത് ചില സിറ്റുവേഷനിൽ ഭയങ്കര പഞ്ചായിട്ട് ഭയങ്കര പഞ്ചുണ്ട്. അപ്പൊ ആ ഒരു പരിപാടി എങ്ങനെയാ? നമ്മൾ സ്ക്രീൻ പ്ലേയിൽ ഇദ്ദേഹം സിഗരറ്റിന്റെ സാന്നിധ്യം കൃത്യമായിട്ട് ഉണ്ടായിരുന്നു. കഥാപാത്രത്തിന്റെ ഒരു പരിപാടിയായിട്ട് സിഗരറ്റ് ഭയങ്കര കണക്റ്റഡ് ആണ്, നമുക്കറിയാം. ഒരുപാട് സ്ഥലത്ത് ഇത് വരുന്നുണ്ട്. അപ്പം പ്രത്യേകിച്ച് ചില സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിനെ സൂചിപ്പിക്കുന്നത് തന്നെ സിഗരറ്റാണ്, സിഗരറ്റിന്റെ പുകകളാണ്. അപ്പൊ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഇടയ്ക്ക് അദ്ദേഹം ഇതൊന്ന് റൗണ്ട് ഓഫ് വിട്ടത്. അപ്പൊ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ അദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ട് അത് ചെയ്യുന്ന ആളാണ്. അപ്പം പിന്നെ നമ്മൾ ആ പുകയുടെ സാന്നിധ്യം വരുന്ന ചില സ്ഥലങ്ങളിൽ ഇത് പതുക്കെ കയറ്റാൻ തുടങ്ങി. അപ്പൊ അതൊരു ഐഡന്റിറ്റി ആയിട്ട് മാറി. പിന്നെ ഇത് കുറച്ചും കൂടെ വെറുതെ പുക വരുന്നതിനേക്കാളും ഇത് വരുമ്പോൾ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിലോട്ട് ആ ഒരു വിഷ്വലിൽ അത് കയറി വന്നു. അത് അദ്ദേഹം അങ്ങനെ ചെയ്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഐഡിയ കിട്ടിയതും ത്രൂ ഔട്ട് ഇടാൻ തോന്നിയതൊക്കെ. ഓക്കെ. മമ്മൂക്ക എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് എല്ലാവർക്കും ഒരു ചെറുപ്പക്കാരനാണെങ്കിലും പുള്ളിക്ക് ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ സിഗരറ്റ് വലിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ചലഞ്ചായിരുന്നു. മീൻസ് അദ്ദേഹം പിന്നെ പണ്ടൊരു സമയത്ത് സിഗരറ്റ് വലിച്ചിരുന്ന, എന്നാൽ ഒരുപാട് ദശാബ്ദങ്ങളായിട്ട് നിർത്തിയ ഒരാളാണ്. അപ്പം വലിക്കാൻ അങ്ങനെ താല്പര്യം കുറവാണ്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ചിലർ പറഞ്ഞായിരുന്നു അത് വലിക്കാൻ സാധ്യത കുറവാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ഈ തിരക്കഥയിൽ അത് കൃത്യമായിട്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ഒരു ഒബ്ജക്ഷൻ പറയുകയൊന്നും ചെയ്തില്ല. അദ്ദേഹം വലിക്കാൻ തയ്യാറായി വലിക്കുക, അങ്ങനെയായിരുന്നു. അപ്പൊ ആ ഒരു ഇൻട്രസ്റ്റ് തന്നെ ആ സമയത്ത് ഒന്നാണ് ഈ റൗണ്ട് പുക നമ്മുടെ ഓൾറെഡി എഴുത്തിലുണ്ടായിരുന്നു. പുക ആ സമയങ്ങളിൽ പുക നമ്മൾ ആദ്യമേ വിഷ്വലിൽ പുക വരുന്നിടത്തുനിന്ന് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നതാണ് എന്നുള്ളത് ഉണ്ടായിരുന്നു. അതിലോട്ട് ഇത് കൂടെ വന്നപ്പോഴാണ് അതിപ്പോ ഈ കാണുന്ന ലെവലിലോട്ട്. അപ്പൊ അത് ആൾക്കാരിലോട്ട് കുറച്ചും കൂടെ എത്തിക്കണം നമുക്കും ഡെലിബറേറ്റ് ആയിട്ട് ആഗ്രഹമുണ്ട്. അതാണ് ആദ്യമേ നമ്മൾ ട്രെയിലറിലും ഒക്കെ അത് ഇട്ട് കൊടുത്തത് ആൾക്കാരിലോട്ട്. അത് തിയേറ്ററിൽ ഭയങ്കര വർക്കായിരുന്നു. അതന്നെ അതുകൊണ്ടായിരിക്കും. അപ്പൊ അതൊരു ചർച്ചയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ തിയേറ്ററിൽ അത് നമ്മൾ വിചാരിച്ചേക്കാൾ അപ്പുറത്തൊരു ഇമ്പാക്ട് കിട്ടിയായിരുന്നു. ഇത്രയും വിജയം ശരിക്കും പ്രതീക്ഷിച്ചിരുന്നു ഒരു പുതിയ ജോണർ? പിന്നെ നമുക്ക് ചെയ്യുന്ന സംഗതികൾ അതിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് വേറെ കോൺഫിഡൻസ് കുറവോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ആൾക്കാർക്ക് അത് പ്രശ്നമാകില്ല എന്നും തോന്നിയിരുന്നു. പിന്നെ ഈ പറഞ്ഞ ജോണറിന്റെ പ്രത്യേകതകൾ കൊണ്ടും പിന്നെ ഈ പടത്തിന്റെ ഒരു പേസ്, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഇതെല്ലാവർക്കും അങ്ങനെ കണക്ട് ആവുമോ ഇല്ലയോ എന്നുള്ള കുറെ സംശയങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം കാണുന്ന ഒരു അക്സെപ്റ്റൻസ് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് ഭയങ്കര അപ്രതീക്ഷിതമായിട്ടുള്ള സംഗതി. ശരിക്കും ഇങ്ങനെയുള്ള പടങ്ങൾക്ക് ഫാമിലി ഓഡിയൻസ് ഒന്നും അങ്ങനെ ഞാൻ തിയേറ്ററിലൊക്കെ പോയപ്പോ നിറച്ച് നമ്മൾ തിയേറ്റർ വിസിറ്റ് പോയപ്പോൾ ഒരുപാട് ഫാമിലി ഓഡിയൻസ് ഇങ്ങനെ വരുന്നു മാത്രമല്ല അവരൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഭയങ്കര അപ്രിഷിയേറ്റ് സംസാരിക്കുകയും ചെയ്യുന്നു. അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നെ ഈ പറഞ്ഞ അതർ ലാംഗ്വേജിലൊക്കെ ഉള്ള ഒരുപാട് റിവ്യൂ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരുപാട് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതിനെപ്പറ്റി വളരെ പോസിറ്റീവായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ അങ്ങനെ അത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് ഞാൻ പറയാം. ശരിക്കും പറഞ്ഞാൽ ഈ ക്യാരക്ടർ മമ്മൂക്ക ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ചിലരൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറയണ്ടായി ഇതൊക്കെ മനസ്സിൽ ഇങ്ങനെ തങ്ങി. അത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിരുന്നോ? അങ്ങനെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുകയും വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ കാര്യം ഒരുപാട് പേര് പറയുന്നുണ്ട്. അത് പിന്നെ നമുക്ക് ഈ സിനിമ അതായത് ചെയ്യാമെന്ന് പറയുന്ന മൊമെന്റിൽ തന്നെ നമുക്ക് മനസ്സിൽ തോന്നിയിരുന്ന കാര്യമാണ് ഇങ്ങനെ സംഭവിക്കുമെന്നുള്ളത്. പക്ഷെ ഇപ്പം കാണുന്ന രീതിയിലോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം അത് അങ്ങനെയാണല്ലോ, അദ്ദേഹത്തിന് മാത്രം പറ്റുന്ന ചില സംഗതികളുണ്ട്. അതിൽ അദ്ദേഹം അഗ്രഗണ്യനുമാണല്ലോ. ഓക്കെ. ഇനി ശരിക്കും ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു സിനിമ ചെയ്യണം, എഴുതണം, ഡയറക്റ്റ് എന്താ പറയാൻ പറ്റത്തില്ല. എനിക്കൊന്ന് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ എന്തോ ഗ്രാജുവലി വന്നു ചേർന്ന ഒരു സംഭവമാണ്. ആഗ്രഹത്തെക്കാളുപരി അതിനകത്ത് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് എപ്പോഴും കയറി വന്നു. അങ്ങനെ കോൺഫിഡൻസ് തോന്നിയതിന്റെ പുറത്താണ് ഇറങ്ങിത്തിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് പാഷൻസ് പലതിനോടും തോന്നാലോ. എനിക്ക്
അപ്പം നമുക്ക് ചിലപ്പോൾ കൂടുതൽ പാഷൻ ഇപ്പം ക്രിക്കറ്റിനോടോ ഫുട്ബോളിനോടൊക്കെ ആയിരിക്കും. പക്ഷെ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും എക്സൽ ചെയ്യാൻ പറ്റിയേക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസും കൂടെ വരുമ്പോഴാണ് അതിനകത്ത് ട്രൈ ഔട്ട് ചെയ്യുന്നതിൽ അർത്ഥമുള്ളെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ആദ്യമായിട്ട് സിനിമ വരുന്നത് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടാണ്? എന്ന് പറഞ്ഞാൽ മീൻസ് കുറുപ്പിന്റെ സാധനം പിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ശ്രീനാഥൻ ചെയ്യാമെന്നുള്ള രീതിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു, ഫോർവേഡ് ആവുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് കുറച്ച് സമയം എടുത്തു. ആ സമയത്ത് പതുക്കെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ തുടങ്ങിയത് പാരലലി സംഭവിച്ചാണ് ഇതൊക്കെ. കുറിപ്പിലേക്ക് എങ്ങനെയാണ് ശ്രീനാഥൻ ഓൺലൈനിലൂടെ അങ്ങനെ ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരിച്ച് ഒരു ദിവസം നേരിട്ട് കണ്ട് അപ്പം നമ്മുടെ കയ്യിലുള്ള ചില ഐഡിയാസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് അപ്പം ഈ കുറിപ്പ് എന്ന് പറയുന്ന സാധനം ഞാൻ അന്ന് ആ സമയത്ത് ഒരു പ്രോഗ്രാമിൽ എന്തോ കണ്ട് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നതാണ്. അപ്പം അദ്ദേഹത്തിന് അതിനൊക്കെ ഒരുപാട് വർഷം മുന്നേ അദ്ദേഹത്തിന് അത് സിനിമ ചെയ്യണമെന്ന് ഒരു ഇതുണ്ടായിരുന്ന സംഗതിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് ഞാൻ എൻ്റെ അടുത്ത് ചുമ്മാ വർക്കൗട്ട് ചെയ്യാൻ നോക്കി. അങ്ങനെ വർക്കൗട്ട് ചെയ്ത് അങ്ങനെ ഗ്രാജുവലി സംഭവിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ത്രൂ ഔട്ട് അതിൻ്റെ പ്രോസസ്സിങ്ങിൽ. നല്ല ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. അത് അങ്ങനെ സംഭവിച്ചത്. ഈ കളങ്കാവിലെ എത്ര ദിവസം കൊണ്ട് സ്ക്രിപ്റ്റ് ചെയ്ത് തരുന്നു? അങ്ങനെ കൃത്യസമയം എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അത് പിന്നെ എൻ്റെ ഒരു രീതി വെച്ചിട്ട് ഞാൻ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അത് മൈൻഡിൽ അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാനാണ് സമയം എടുക്കുന്നത്. അത് എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് അതിൽ തന്നെ ഇരിക്കുമെന്നല്ല. ഇപ്പം പല വേറെ ഏരിയ ആയിട്ട് ചെയ്യുമ്പോഴും അങ്ങനെ പലവരും ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഓരോ ഐഡിയാസ് കിട്ടുന്നതനുസരിച്ച് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് നമ്മളിങ്ങനെ ജസ്റ്റ് സീൻ ട്യൂഷൻ പോലെ ഒരു സ്കെലിറ്റൻ പോലെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു എക്സാക്ട് ടോട്ടൽ സിനിമയുടെ ഒരു ബ്ലൂ പ്രിന്റ് അതിലുണ്ടായിരുന്നു. ഒരു 4-5 പേജ് നിൽക്കുന്ന ഒരു സാധനത്തിനകത്ത് അതിനെ ഷഫിൾ ചെയ്യുമ്പോൾ തിരിക്കാൻ മറിയുകയും ചെയ്ത് അതിൽ പൂർണ്ണമായിട്ടും ഒരു സംതൃപ്തി ഉണ്ടായിട്ടാണ് ഈ പറഞ്ഞ എഴുത്തിലോട്ട് പോയത്. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള എഴുത്ത് എന്ന് പറയുന്നത് പെട്ടെന്ന് തീരുന്ന പരിപാടിയാണ്. അതൊരു 2 ആഴ്ചയിലും ചിലപ്പോൾ എഴുത്ത്. ഈ ഡെവലപ്പ് ആവണതൊക്കെ എങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക? ചുമ്മാ ഒരു വേർഡ് ഫയൽ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നോട്ട് ചെയ്ത് പോകുമായിരുന്നു. അത് ലാസ്റ്റ് സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ അതിനെ വെച്ചിട്ടാണ് സ്ക്രിപ്റ്റ്. അപ്പം അതായത് ഓൾറെഡി കഥ മനസ്സിലുണ്ടാവും. ഒരു ബേസിക്കലി മടി കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അങ്ങനെ ശീലിച്ച് അങ്ങനെ അങ്ങ് ആയതാണ്. അപ്പം ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്, ഇങ്ങനെ ചെയ്യാതെ അല്ലാതെ പ്ലെയിൻ സ്ക്രീൻ പ്ലേ ആയിട്ട് എഴുതുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിൽ എഴുത്തിനെ സമീപിക്കുന്നവരുണ്ട്. അങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാനിങ്ങനെയാണ് ചെയ്തത്. മടി എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞപ്പോൾ സ്ക്രിപ്റ്റ് എഴുതാനുള്ള മടി ഉണ്ടോ? കുറെ നേരം ഇരുന്ന് ഒരു ചെറിയ ഇതുണ്ട്. പക്ഷെ എന്നാ മടി ഫിസിക്കൽ പരിപാടി ചെയ്യുന്നതിനുള്ള മടി എന്തായാലും ഉണ്ട്. ബട്ട് അതിനകത്തൊരു എക്സൈറ്റ്മെന്റും ഉണ്ട്. അത് ക്രാക്ക് ചെയ്തെടുക്കുന്നതിലും അത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതിലും ഒരു ഹൈവ് ഉണ്ട്. അത് അങ്ങനെ ഒരു രണ്ടും അവിടെ ഉള്ള പരിപാടിയാണ്. ഇപ്പോൾ കുറിപ്പ് സമയത്ത് കഥ എഴുതുമ്പോൾ അത് ഇപ്പോ നടക്കില്ലെന്ന് അറിയില്ലല്ലോ. ആ ഒരു ടൈമിൽ എഴുതിയതും ഇപ്പൊ ഓൾറെഡി പടം നടക്കുന്നുള്ള രീതിയിൽ എഴുതുന്നതും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? അല്ല, രണ്ടും നടക്കുമോ ഇല്ലെന്ന് 100% ഉറപ്പിച്ചല്ല പോകുന്നത്. പക്ഷെ മറ്റേത് ഒരു സംവിധായകൻ ഉണ്ട്, അദ്ദേഹം ഒരു സിനിമയൊക്കെ ചെയ്ത് പിന്നെ രണ്ടാമത്തെ സിനിമ ചെയ്ത് അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്. പക്ഷെ എന്നാൽ പോലും അതിനകത്തും ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. പക്ഷെ അത് കുറെ കൂടെ അദ്ദേഹത്തിന്റെ ഒരുപാട് ഇൻപുട്സ് ഉണ്ട്. അദ്ദേഹത്തിന്റെ സിനിമാറ്റിക് സങ്കല്പത്തിനനുസരിച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഇൻപുട്സ് കൊടുത്താണ് അതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് വരുമ്പോഴും നമ്മൾ അങ്ങ് എഴുതുകയാണ്, പിന്നെ നോക്കാമെന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് മുന്നേ ഒരു കോൺഫിഡൻസ് വന്നിരുന്നത്. അത് ചിലപ്പോൾ സംഭവിച്ചേക്കാം എന്നുള്ളൊരു സംഗതി വരുന്നത്. ഇപ്പോൾ കുറിപ്പിന്റെ ഇത് അപ്പം ശരിക്കും പറഞ്ഞാൽ സ്റ്റോറി പിച്ച് ചെയ്തതിന് ശേഷം പുള്ളി ഓക്കെ പറഞ്ഞതിന് ശേഷമാണല്ലോ എഴുതിയത് ഫുള്ള് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ചിരുന്നാണ് ചെയ്തതെന്ന് പറയാം. ഞാൻ ചെയ്ത ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആണ്. പിന്നെ സ്ക്രീൻ പ്ലേയിൽ വേറെ ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു യാത്രയും കുറച്ച് നാൾ നീണ്ടു നിന്ന ഒരു യാത്രയൊക്കെ ഉണ്ടായിരുന്നു. അത് ഇതിനു വേണ്ടി യാത്ര ചെയ്തെന്നല്ല, വേറെ യാത്ര പോയതാണ്. കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഇരുന്ന് ഡെവലപ്പ് ചെയ്ത് പോയതാണ്. കളങ്കാവിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ 50 കോടി അടിച്ചേക്കാണ്. അപ്പോൾ അത് ഇനി 100 കോടി അടിക്കട്ടെ. ഇതിലും വ്യത്യസ്തമായ ക്യാരക്ടർ മമ്മൂക്കേനെ വെച്ചും പല ആർട്ടിസ്റ്റുകൾ വെച്ചും ചെയ്യാൻ പറ്റട്ടെ. അതൊക്കെ ഞങ്ങൾക്ക് കാണാനും പറ്റട്ടെ. താങ്ക് യു സർ. താങ്ക് യു.